അഷ്വർഡ് പെൻഷൻ പദ്ധതി സംബന്ധിച്ച് വിശദമായ ഉത്തരവ് പുറത്തിറങ്ങാത്തതിൽ ജീവനക്കാർക്ക് കനത്ത നിരാശ. പുതിയ പെൻഷൻ പദ്ധതി ഉൾപ്പെടെ പല പദ്ധതികളിലും അവ്യക്തത തുടരുകയാണ്. പുതിയ പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നടപ്പാക്കുമെന്നായിരുന്നു അറിയിപ്പ്. അഷ്വർഡ് പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജീവനക്കാർക്ക് കനത്ത നിരാശയാണ് സമ്മാനിക്കുന്നത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നടപ്പാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അഷ്വർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിശദമായ ഉത്തരവ് പുറത്തിറങ്ങാത്തത് ജീവനക്കാരിൽ ആശങ്കയുളവാക്കുന്നു. പുതിയ പെൻഷൻ പദ്ധതി മാത്രമല്ല, പല പദ്ധതികളിലും അവ്യക്തത തുടരുകയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായാണ് സംസ്ഥാന സർക്കാർ അഷ്വർഡ് പെൻഷൻ പദ്ധതി മുന്നോട്ട് വെച്ചത്. ഏപ്രിൽ 1 മുതൽ ഇത് നടപ്പാക്കുമെന്നായിരുന്നു സർക്കാർ നൽകിയിരുന്ന ഉറപ്പ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപേ ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയിരുന്നു. എന്നാൽ വിശദമായ ഉത്തരവ് ഇനിയും വന്നിട്ടില്ലാത്തത് ആശങ്ക ഉയർത്തുകയാണ്. ഉത്തരവ് വരാത്തതിനാൽ തന്നെ ജീവനക്കാർക്ക് അഷ്വർഡ് പെൻഷൻ പദ്ധതി തിരഞ്ഞെടുക്കാനാകില്ല. അതിനാൽ പങ്കാളിത്ത പെൻഷനിൽ തുടരാനേ സാധിക്കൂ. എന്നാൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി പ്രഖ്യാപിച്ച 10% ക്ഷാമബത്ത ഏപ്രിൽ 1 മുതൽ ലഭിക്കുമെന്നാണ് വിവരം. ഓഹരി വിപണിയെ ആശ്രയിച്ച് പെൻഷൻ തുക മാറുന്നതായിരുന്നു കേരളത്തിൽ ഇതുവരെയുണ്ടായിരുന്ന പങ്കാളിത്ത പെൻഷൻ. എന്നാൽ അഷ്വർഡ് പെൻഷനിൽ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തുക പെൻഷനായി ലഭിക്കും. പങ്കാളിത്ത പെൻഷനിൽ പെൻഷൻ തുക വിപണിക്ക് അനുസരിച്ച് മാറും. ജീവനക്കാരൻ തന്റെ ശമ്പളത്തിൽ നിന്ന് 10% വിഹിതമായി നൽകണം. എന്നാൽ അഷ്വർഡ് പെൻഷൻ പദ്ധതിയിൽ അവസാന ശമ്പളത്തിന്റെ 50% വരെ പെൻഷനായി ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ പെൻഷനെ ബാധിക്കുകയുമില്ല. DA വർധനവിനനുസരിച്ചുള്ള മാറ്റം പെൻഷനിൽ പ്രകടമാകും. ജീവനക്കാരന്റെ വിഹിതം ആവശ്യപ്പെടുന്നുമില്ല. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.